നമസ്കാരം, വിജയാസ് വേണ്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന കേസരിയാണ്. അപ്പം നമ്മൾ അരിപ്പൊടിയിലാണ്, അതായത് പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പൊൻകതിർ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇടാം. അപ്പം ഈ അരിപ്പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം അടുപ്പ് കത്തിച്ച് ഒരു ഫ്രൈ പാന് ഞാൻ വെച്ച് കൊടുത്തു. ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അരിപ്പൊടി നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പിസ്ത ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിസ്ത വലുതായിട്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അരിപ്പൊടി കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിസ്തയും കൂടെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. കേസരി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചു വയ്ക്കാം. അരിപ്പൊടി കേസരിയാണ് ഞാൻ തയ്യാറാക്കിയത്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. റവയേക്കാളും നല്ല ടേസ്റ്റിയുള്ള കേസരിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.